ഞാൻ എനിക്കങ്ങനെ ഭയങ്കര വിമർശനങ്ങൾ ആസ്വദിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ വിമർശനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ വിമർശനങ്ങളും ഞാൻ അതുപോലെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് മാറ്റം വരുത്താറില്ല. എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. എന്നെ പ്രത്യേകിച്ച് വളർത്തുകയോ തളർത്തുകയോ എന്നെ ഇംപ്രസ് ചെയ്യുകയോ എന്നെ സമാധാനിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ സ്വാതന്ത്ര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അത് എന്റെ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ കസിൻസ് ഉണ്ട്, എന്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഇതൊന്നും അല്ലാതെ സിനിമയെ പറ്റിയിട്ട് നല്ല വിവരമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന എനിക്ക് വിശ്വാസമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെയാണ് ഞാൻ നിങ്ങൾ കണ്ണും കൂട്ടി എന്താ പറയാ വളരെ ക്രൂരമായിട്ട് വിമർശിച്ചോളൂ എന്ന് പറയുന്ന അവകാശം കൊടുത്തിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഉൾക്കൊള്ളാറുണ്ട്. പിന്നെ എന്ത് വിമർശനം കുറെ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് മിന്നൽ മുരളിന്റെ സെക്കൻഡ് പാർട്ട് വരും എന്നുള്ളത്. അപ്പോ ടോവിനോക്ക് പേഴ്സണലി ഫീലായ ചെയ്ത ഫിലിംസിൽ ഏത് ഒരു ഫിലിമാണ് പാർട്ട് 2 ഇറങ്ങണം എന്ന് ടോവിനോക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ആൻഡ് വൈ? എനിക്ക് ഗോതയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അത് കാരണമൊന്നുമല്ല, ഞാൻ അതിനകത്ത് ഗുസ്തി പഠിക്കുകയും ചെയ്തു. അത് മുഴുവനായാലും പ്രയോഗിക്കാനും പറ്റിയില്ല, കുറച്ച് ബാക്കിയുമുണ്ട്. മാത്രമല്ല അത് ഭയങ്കര രസമുള്ള ഒരു കാസ്റ്റും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര ഫണ്ടായിരുന്നു. അതുകൊണ്ട് അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അതേ ഫണ്ടിൽ തന്നെ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. അതേപോലെ തന്നെ മിന്നൽ മുരളിയുടെ കാര്യത്തിലും ഇതേപോലെ തന്നെയായിരുന്നു. എപ്പോഴും ഒരു സിനിമയുടെ സംവിധായകന്റെ സ്വഭാവത്തിനോട് വളരെയധികം സാമ്യത ഉണ്ടാവും മൊത്തം ക്രൂവിന്റെ പെരുമാറ്റത്തില്. അതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് പ്രതിസന്ധികളിലേക്കൂടെയാണ് നമ്മൾ ഓരോ ദിവസവും ഷൂട്ട് കടന്നു പോയതെന്നുണ്ടെങ്കിലും ഒരു ദിവസം പോലും ഞങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ചിരിച്ചും കളിച്ചും പാട്ടുപാടിയൊക്കെ തന്നെയാണ് രാത്രി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു രണ്ടാം ഭാഗമോ അല്ലെങ്കിൽ അതിനേക്കുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതും താല്പര്യമുണ്ട്. പിന്നെ മിന്നൽ മുരളിയുടെ ആണെങ്കിൽ പോലും അതിനുള്ള ചിന്തകളും ചർച്ചകളും നടക്കുന്നുണ്ട്. പിന്നെ സംവിധായകൻ തിരക്കിലായിപ്പോയില്ലേ, നടനായിപ്പോയില്ലേ. പിന്നെ അവനിപ്പൊ തൽക്കാലം ആ തിരക്കിന്ന് മാറ്റം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ശല്യപ്പെടുത്തുന്നില്ല. അത് കഴിഞ്ഞിട്ട് വേണം അവനൊരു വേറൊരു പടം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെ അതിനുശേഷം മിന്നൽ മുരളി 2 ഉണ്ടാവുമായിരിക്കും.